കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ മലയാളം പാഠം 6 പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠത്തിലെ ബാക്കി പ്രവർത്തനങ്ങൾ നോക്കാം. ഇനി നമുക്ക് ഒരു പാട്ടായാലോ? പാലപ്പത്തെക്കുറിച്ചൊരു പാട്ട് പാടിയാലോ? വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, പതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. ബാക്കി വരികൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടി ആ വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാലോ? വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. എങ്ങനെയാ? വെളുത്ത നിറത്തിലിരിക്കുന്ന പാലപ്പം എങ്ങനെയാ ചെറുതായത്? ആ ചിത്രം ഒന്ന് നോക്കൂ. ആരൊക്കെയാണ് അതിലുള്ളത്? ആരാ? ഉറുമ്പുണ്ട്, പൂച്ചയുണ്ട്, പിന്നെയോ കോഴിയുണ്ട്, കാക്കയുണ്ട്. ഇവരിലെ ആര് കൊത്തിയിട്ട്? കോഴി വന്ന് കൊത്തിയിട്ടോ. ചിത്രം കണ്ടോ? കോഴിയുടെ കയ്യിൽ ഒരു പാലപ്പം ഇരിക്കുന്നത് കണ്ടോ? ഇനിയോ പൂച്ച വന്ന് തിന്നിട്ടോ. പൂച്ച കണ്ടു പാലപ്പം തിന്നണത് കണ്ടു. പതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. എന്താണ് ഈ പതുത്തൊരു? നല്ലെങ്ങനെ സോഫ്റ്റ് ആയിരിക്കുന്ന പാലപ്പം അല്ലേ? ഈ പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. ഇനി അടുത്ത വരി നമ്മൾ എന്തെഴുതും? ആദ്യത്തേലെ കോഴി വന്ന് കൊത്തിയിട്ടോ, അതിന് പകരമായിട്ട് നമ്മൾ എന്തെഴുതണം? ഇനി ആരാ കൊത്തി തിന്നിയ? ചിത്രത്തിൽ നോക്കൂ. ഇനി ആരാ അതിൽ കൊത്തി തിന്നുന്ന ആള്? കാക്ക അല്ലേ? കാക്ക വന്ന് കൊത്തിയിട്ടോ. പിന്നെയോ തിന്നണതാരാ? ഉറുമ്പ് വന്ന് തിന്നിട്ടോ. അപ്പൊ 2 വരി കിട്ടിയോ? എന്താണ് എഴുതുക? കാക്ക വന്ന് കൊത്തിയിട്ടോ, ഉറുമ്പ് വന്ന് തിന്നിട്ടോ. ഇനി എന്ത് ചെയ്ത? വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. അപ്പോ ഇങ്ങനെ പാട്ട് തന്ന് അതിന്റെ ബാക്കി എഴുതാൻ വരും. ഇതുവരെയുള്ള പാട്ട് ഒന്നും കൂടി നമുക്ക് പാടിയാലോ? കൂട്ടുകാർ ഒപ്പം പാടണേ. വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, പതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കാക്ക വന്ന് കൊത്തിയിട്ടോ ഉറുമ്പ് വന്ന് തിന്നിട്ടോ, വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. ഇനി അടുത്ത പേജിൽ എന്താ? പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം. ഇനി എന്തെഴുതും? ഇനി അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് എഴുതിയാലോ? എങ്ങനെയാ ചെറുതായത്? കോഴി വന്ന് കൊത്തിയിട്ടും പൂച്ച വന്ന് തിന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ ചെറുതായി. പിന്നെയോ? പിന്നെ എങ്ങനെയാ പാലപ്പം ചെറുതായത്? കാക്ക വന്ന് കൊത്തിയിട്ടും ഉറുമ്പ് വന്ന് തിന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ ചെറുതായി. ഒന്നും കൂടി നമുക്ക് ഈ പാട്ട് ആദ്യം തൊട്ട് പാടിയാലോ? കൂട്ടുകാർ ഒപ്പം പാടണേ. വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, പതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കാക്ക വന്ന് കൊത്തിയിട്ടോ ഉറുമ്പ് വന്ന് തിന്നിട്ടോ, വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം, കോഴി വന്ന് കൊത്തിയിട്ടും പൂച്ച വന്ന് തിന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ ചെറുതായി, കാക്ക വന്ന് കൊത്തിയിട്ടും ഉറുമ്പ് വന്ന് തിന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ ചെറുതായി.
കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായോ? ഈ പാഠത്തിലെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.